ഞാനിപ്പോൾ നിൽക്കുന്നത് അഹമ്മദാബാദിലെ മഹാത്മാഗാന്ധിജിയുടെ സബർമതി ആശ്രമത്തിലാണ്. പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമം കാണാം. ഇവിടെ നിന്ന് എന്തുകൊണ്ട് സംസാരിക്കുന്നു എന്നുള്ളതിനാണെങ്കിൽ, ഈ കാലഘട്ടത്തിൽ, അതായത് ഈ വർത്തമാന കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗത്തിലെ നിർമ്മിത ബുദ്ധിയുടെ അതിതീവ്രമായ മുന്നേറ്റത്തിൻ്റെ കാലഘട്ടത്തിലാണ്. ഈ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധി എങ്ങനെ ഒരു വ്യക്തിയോട് സംസാരിക്കുന്നു, എങ്ങനെ ഒരു കുടുംബത്തോട് സംസാരിക്കുന്നു, എങ്ങനെ സമൂഹത്തോട് സംസാരിക്കുന്നു, എങ്ങനെ ഒരു രാഷ്ട്രത്തോട് സംസാരിക്കുന്നു. 2017 സുപ്രീം കോടതിയുടെ ഏറ്റവും സുപ്രധാനമായൊരു വിധിയുണ്ട്. സ്വകാര്യതയെ മൗലിക അവകാശത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട്. അപ്പോൾ അത് വളരെ സുപ്രധാനമായ വിധിയാണ്. അതിനുശേഷം നമ്മളുടെ സമൂഹത്തിൽ വന്ന മാറ്റങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഒരുപാട് ഗുണകരമായ സംഗതികൾ അതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അത് സൂക്ഷ്മമായിട്ട് നമ്മൾ വായിച്ചു നോക്കിയ പലയിടത്തും അതിൻ്റെ പല ഒരു എന്താ പറയുക, അതിൻ്റെ ഒരു ടോണിലും മറ്റുമൊക്കെ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിൽ നമുക്ക് ചില പാശ്ചാത്യ സ്വാധീനവും അതിനകത്ത് കാണാൻ കഴിയും. മഹാത്മാഗാന്ധി എന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ അദ്ദേഹം വളരെ വ്യക്തമായിട്ട് ലളിതമായിട്ടാണ് പറഞ്ഞത്, എൻ്റെ ജീവിതമാണ് സന്ദേശം എന്ന് പറഞ്ഞു. ആ സുപ്രീം കോടതിയുടെ വിധിയുടെ പശ്ചാത്തലത്തിൽ എന്താണ് സ്വകാര്യത എന്നുള്ളത് ഗാന്ധിജിയുടെ പശ്ചാത്തലത്തിൽ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ സ്വകാര്യതയെക്കുറിച്ചിട്ടുള്ള ധാരണയുടെ, അല്ലെങ്കിൽ സ്വകാര്യതയെക്കുറിച്ചിട്ടുള്ള വളരെ വ്യക്തമായ ഒരു പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ, അത് അവ്യക്തത ഒട്ടുമില്ലാത്ത രീതിയിലുള്ള ഒരു പ്രഖ്യാപനത്തിൻ്റെ പശ്ചാത്തലത്തിൽ എന്താണ് സ്വകാര്യത എന്ന് നമ്മൾ ഈ കാലഘട്ടത്തിലെ സ്വകാര്യത എങ്ങനെ വ്യാഖ്യാനിക്കാൻ പറ്റും, അതല്ലെങ്കിൽ എങ്ങനെ നിർവചിക്കാൻ പറ്റും. സുതാര്യമായ ഈ ഡിജിറ്റൽ യുഗത്തിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്വകാര്യതയെ നിർവചിക്കേണ്ടതെന്ന് നമ്മൾ സുപ്രീം കോടതിയുടെ വിധിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോഴും കുറേ അവ്യക്തതകളും കാണാൻ കഴിയും. എന്നാൽ ഇന്നത്തെ ഈ വർത്തമാന കാലഘട്ടത്തിൽ, ഈ ഡിജിറ്റൽ യുഗത്തിൽ, സുതാര്യമായ ഈ ലോകത്തിൽ, കാര്യം ഇന്ന് നമുക്കറിയാം ഭൗതികമായിട്ട് ഒന്നും തന്നെ നമുക്ക് രഹസ്യമാക്കി വയ്ക്കാൻ പറ്റില്ല. കാര്യം ആ ഒരു പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് ഗാന്ധിജി ഈ സ്വകാര്യതയെ കണ്ടിട്ടുള്ളത് എന്നതിനേക്കാളുപരി കാണുന്നത് എന്ന് നമ്മൾ ചിന്തിക്കാവുന്നതാണ്. കാര്യം നമ്മൾ സ്വകാര്യത എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും അതിനെ രഹസ്യവുമായിട്ട് ചേർത്തിട്ടാണ് നമ്മളതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ രഹസ്യമെന്ന് പറയുന്നത് വേറൊരാൾ കാണാതിരിക്കുക, അത് പ്രാഥമികമായിട്ടും ഭൗതികമായി മറ്റൊരാളുടെ കണ്ണിൽപ്പെടാത്തതിനെ നമ്മൾ രഹസ്യമായിട്ട് അറിഞ്ഞ് ശീലിച്ചു പോയതിൻ്റെ ഒരു ശീലക്കേട് നമുക്കുണ്ട്. പക്ഷേ ഇന്ന് ഭൗതികമായിട്ട് ഒരു കാരണവശാലും ഒന്നും തന്നെ നമുക്ക് രഹസ്യമാക്കി വയ്ക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഭൗതികമായ ഒരു സ്വകാര്യത എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രായോഗികമല്ല. ഇന്ന് നമ്മുടെ കുടുംബ വീട്ടിലെ ഏതെങ്കിലും ഒരു മുറിയിലോ ഏറ്റവും സ്വകാര്യതയിലിരുന്ന് പോലും നമ്മുടെ മൊബൈൽ ഫോൺ ഓണാണെങ്കിൽ, നമ്മൾ എന്തിനെക്കുറിച്ചെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ പോലും ആ സംസാരിക്കുന്നത് നമ്മളുടെ ഇഷ്ടമാണെന്ന് കരുതി വീണ്ടും അതനുസരിച്ചിട്ടുള്ള സന്ദേശങ്ങളും മറ്റുമൊക്കെ നമ്മുടെ ഫോണിൽ വരുന്നത് ഇന്നത്തെ ഒരു സ്വാഭാവികമായ പ്രക്രിയയാണ്. അപ്പം ഭൗതികമായ തലത്തിൽ എത്രമാത്രം സ്വകാര്യത നമുക്ക് ആകാൻ പറ്റും എന്നുള്ളതിൻ്റെ ഒരു സൂചനയാണ് ഇതെല്ലാം നമുക്ക് കാണുന്നത്. അത് സാധ്യമല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് രഹസ്യമെന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കണം സ്വകാര്യത? ആ സ്വകാര്യതയെ കൃത്യമായിട്ട് ഗാന്ധിജി നമ്മുടെ മുമ്പിൽ വരച്ചിട്ടിരിക്കുകയാണ്. കാരണം ഗാന്ധിജിയെപ്പോലെ ചരിത്രത്തിലെടുത്ത് നോക്കിക്കഴിഞ്ഞാലും നമ്മൾ എവിടെ പരിശോധിച്ച് നോക്കിയാൽ ഇത്രയും സ്വകാര്യമായിട്ടുള്ളൊരു വ്യക്തിയും അതേ സമയത്ത് സുതാര്യമായിട്ടുള്ള വ്യക്തിയെ നമുക്ക് കാണാൻ പ്രയാസമാണ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ സ്വകാര്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മാനസികവും ശാരീരികവുമായിട്ടുള്ള സജ്ജമാക്കലിന്, അതല്ലെങ്കിൽ അതിൻ്റെ കൃത്യമായ നിർവഹണത്തിന് വേണ്ട രീതിയിലുള്ള പ്രക്രിയകൾക്കും അതേപോലെ തന്നെ വ്യായാമങ്ങൾക്കും ധ്യാനത്തിനും അതുപോലുള്ള എല്ലാ സംഗതികൾക്കും യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ, ഇനി ലോകം കത്തിയെരിയുന്നെങ്കിൽ പോലും അത്തരം ചില കാര്യങ്ങളിൽ ഗാന്ധിജി ഒരു വിട്ടുവീഴ്ചയുമില്ലാതെ ആ സ്വകാര്യതയിലേക്ക് പരസ്യമായിട്ട് തന്നെ സുതാര്യമായിട്ട് തന്നെ പോയിരുന്ന വ്യക്തിയാണ്. അപ്പോൾ ഇവിടെയാണ് ഈ ഇന്നത്തെ നമ്മളുടെ വർത്തമാന കാലഘട്ടത്തിലെ സ്വകാര്യത എന്ന് പറയുന്നത് വളരെ സുതാര്യമാണ്. ആ സുതാര്യം എന്ന് പറയുന്നത് അത് ഓരോ വ്യക്തിയുടെയും അനുഭവതലത്തിലാണ് സ്വകാര്യത ഇരിക്കുന്നത്. ആ അനുഭവതലത്തെ കൃത്യമായിട്ട് മറ്റുള്ള അസൗകര്യങ്ങളിൽ നിന്നുമൊക്കെ ഒരു വ്യക്തിയെ സ്വയം മുക്തമാക്കിക്കൊണ്ട് ആ സ്വകാര്യതയിലേക്ക് മടങ്ങി
ശാരീരികവും മാനസികവുമായിട്ടുള്ള ആരോഗ്യപരമായ അവസ്ഥയിൽ വ്യക്തിക്ക് ജീവിക്കുന്നതിനും ആ വ്യക്തിയെ സമൂഹവുമായി ഇണക്കി ചേർക്കുന്നതിനും പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ പോകും. അവിടെയാണ് ഈ സ്വകാര്യതയ്ക്ക് തടസ്സമായ ഘടകങ്ങൾ എന്തെല്ലാമാണെന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അവിടെ സ്വകാര്യതയ്ക്ക് ലംഘനമുണ്ടാക്കുന്ന സംഗതികൾ എന്തൊക്കെയായി മാറാമെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് പെരുമാറേണ്ടതും അതിനനുസരിച്ചിട്ടുള്ള നിയമ നിർമ്മാണങ്ങളും ഒക്കെ വരേണ്ടി വരുന്നത്. അത് ഭാവിയിൽ ഇനി ഇത്തരം വിഷയങ്ങൾ ഉടലെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ വിധി വന്നതുപോലും നമ്മളുടെ ഈ ഡിജിറ്റൽ യുഗത്തിലെ സാമൂഹിക മാധ്യമങ്ങളുടെ കടന്നുകയറ്റത്തിൻ്റെ അതല്ലെങ്കിൽ അതിൻ്റെ ആവിർഭാവത്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇനിയും പുതിയ വ്യാഖ്യാനങ്ങളിലേക്ക് ഇടുമ്പോൾ യഥാർത്ഥത്തിൽ ഗാന്ധിജി മുമ്പോട്ട് വച്ചിരിക്കുന്ന സ്വകാര്യതയെപ്പോലെ സ്വകാര്യത എന്താണ് എന്നുള്ളതിൻ്റെ നിർവചനത്തെപ്പോലെ വ്യക്തമായൊരു നിർദ്ദേശം അത് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിനാണെങ്കിലും കണ്ടെത്താൻ പ്രയാസമായിരിക്കും.